നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നമസ്കാരമുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിങ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പ്രോഗ്രാമിന് എന്തെങ്കിലും പേരിടണമെന്ന് വിചാരിച്ചിട്ട് കുടുംബസ്വര എന്നൊക്കെ പറഞ്ഞേ. അപ്പം അതിനൊരു ഗുമ്മില്ല. നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ മനസ്സിൽ തോന്നിയാണ് ഉഷസ്സിലെ പഹയത്തരങ്ങൾ. പേരാണ്, പക്ഷേ അങ്ങനെ നടക്കട്ടെ. ഇനി മാറണമെന്നുണ്ടെങ്കിൽ അപ്പം മാറ്റാൻ അല്ലേ? ഇതൊന്നും വലിയൊരു പ്രശ്നമൊന്നുമില്ലല്ലോ. മാറ്റം അത് വലിയൊരു സംഭവമാണ്. നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല നമ്മളെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത്. അത് നമ്മൾ ചോദിച്ചിട്ടും ചോദിക്കാണ്ടേ ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരു മാറ്റത്തിൽ കൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ്-19 അതൊരു വിഷയമായിട്ട് ധാരാളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു നമുക്ക് കോവിഡ് നമ്മളെ ജീവിതത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് നമ്മളുടെ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ കോവിഡ് കാരണം മാറുമോ എന്നുള്ളതൊക്കെ വരും ആഴ്ചകളിൽ ചർച്ച ചെയ്യാച്ചു. കുറച്ചും കൂടെ റെലവൻ്റ് ആയിരിക്കും. അപ്പോൾ പല ആൾക്കാരും നമുക്ക് മെസ്സേജ് തന്നു, പല പാരൻറ്റിങ്ങിനെ പറ്റി, വസ്ത്രത്തിനെ പറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് നമുക്ക് ഒരു കോവിഡ്, പ്രീ കോവിഡ്, പോസ്റ്റ് കോവിഡ് എന്നുള്ള രീതിയിൽ വേണം ചിന്തിക്കാൻ. പലപ്പോഴും പാരൻറ്റിങ്ങും റിലേഷൻഷിപ്പും ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ 5 ചോദ്യം വെച്ചിട്ടാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. ഉഷേൻ്റെ 5 ചോദ്യമുണ്ട്, എൻ്റെ 5 ചോദ്യമുണ്ട്. ആര് തുടങ്ങണം ആദ്യം എന്നുള്ളത് നമുക്ക് ടോസ് ഇടണോ? അല്ല, ഇതിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ടി വിൻ്റെ ഓർമ്മ വരുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരില്ലേ, ആരാണ് ഇനി തുറക്കാൻ പോകുന്നത്? അല്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മുകളിൽ കിടക്കണേ, പ്ലെയിനിങ് വരുന്നത്. ആരാണ്? ലാസ്റ്റ് ടൈം നിങ്ങളായിരുന്നു, ഐ തിങ്ക് സോ. ആണോ? അപ്പം ഞാൻ ചോദിക്കാൻ എന്നോട്, നീ ചോദിക്കാൻ എന്നോട്. എന്തും തീരുമാനിക്കും. പക്ഷേ നിങ്ങൾ ചോദിക്കൂ. അങ്ങനെയാണ് പറഞ്ഞാൽ നിനക്ക് ആദ്യം ഉത്തരം പറയണമെന്നല്ലേ? അല്ല അല്ല, ആയിക്കോട്ടെ ആയിക്കോട്ടെ, അല്ല ആയിക്കോട്ടെ. എനിക്കറിയില്ല എന്താണ് ചോദ്യം. സോ പറയില്ല, പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിക്കാം. കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ നിന്നെ അലട്ടുന്നത്, വാട്ട് ഈസ് ട്രബിളിങ് യു ഡ്യൂറിങ് ദിസ് കൊറോണ ടൈം? ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഐ എം നോട്ട് ട്രബിൾഡ് അറ്റ് ഓൾ. ഈ അസുഖമുണ്ട്, അതിനൊരു പരിഹാരം ഇല്ല, അതിൻ്റെ ഒരു ചിന്ത ഉണ്ടെങ്കിലും അതെൻ്റെ ഏറ്റവും വലിയ ട്രബിൾസം അല്ല. കാരണം ലോകത്തിൽ എല്ലാവരും അതിൻ്റെ പിന്നാലെയാണ്, അതിൻ്റെ ഒരു വാക്സിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ദർ ആർ relevant people who are taking effort to sort that trouble. അതുകൊണ്ട് എനിക്ക് ട്രബിൾ എന്ന് പറഞ്ഞിട്ട്, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ട്രബിൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതാണ് നമ്മളെമാതിരി ഒരാളുടെ കൂടെയൊക്കെ ജീവിക്കുന്ന സമയത്ത് ട്രബിൾ എന്നുള്ളത് അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. അല്ലെങ്കിൽ ചാൻസ് മിക്സായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ എൻ്റെ ട്രബിൾ എന്ന ആ ഒരു ചോദ്യം, ഇങ്ങനെ ഒരു ഉത്തരം എൻ്റെ അടുത്ത് വരുമോ എന്നുള്ള ഉദ്ദേശത്തിൽ ചോദിച്ചാണ്. യു മിസ്ഡ് യുവർ ചാൻസ് ഉഷ, ഇറ്റ്സ് ഗോൺ. അപ്പോൾ ഞാൻ ചോദിക്കാം. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ കോവിഡ് ഹാസ് ചേഞ്ച്ഡ് യുവർ ലൈഫ്? ഹൗ കോവിഡ് ഹാസ് ചേഞ്ച്ഡ് മൈ ലൈഫ്? കുറേ രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ കോവിഡ് കാലഘട്ടം ഉണ്ടാവില്ല, ഇങ്ങനെ സ്റ്റേ അറ്റ് ഹോം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് പദ്ധതിയിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒരു കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി. അപ്പം റീപ്ലാൻ ചെയ്യേണ്ടി വന്നു. കംപ്ലീറ്റ് നമ്മളുടെ ഒരു ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്ന സാധനത്തിനെ എടുത്തിട്ട് നേരെ പുറത്തേക്ക് നോക്കേണ്ട ഒരു സ്ഥിതി വന്നു. അതിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു 4 മാസത്തിൽ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്. ഇനി കോവിഡ് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേരത്തെ പ്ലാൻ ചെയ്ത സാധനം അപ്പോഴും റെലവൻ്റ് ആണെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതാണൊരു മേജർ ചേഞ്ച് വന്നിട്ടുള്ളത്. പിന്നെ വീട്ടിൽ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരിക്കുക എന്നുള്ളത് ഫോഴ്സ്ഡാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ അത് വളരെയേറെ അന്യോന്യം
മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് തോന്നുന്നു സഹായിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മളെ സ്വയം മനസ്സിലാക്കാനും നമ്മളുടെ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്സ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനും, ഗുണങ്ങളും പോരായ്മകളും ഒക്കെ. അപ്പം അങ്ങനെ എന്നെ പേഴ്സണലി മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ തുറന്നു കഴിഞ്ഞ് പുറത്ത് പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉണ്ടാവും ഒരു കൊറോണ അങ്ങനെ സംഭവം ഉണ്ടാവില്ലേ, ഒരു പേടി. അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഓരോരോ പ്രവൃത്തിയെ അത് അത് എന്തെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് അത് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് എത്ര കാലം എന്നനുസരിച്ച്, കാരണം നമ്മൾ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത് അത് ഹാബിറ്റ് നമ്മൾ അത് കഴിഞ്ഞാലും ആ ഹാബിറ്റ് തുടർന്ന് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളിലൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ള എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ്. ആൻസർ ഇഷ്ടപ്പെട്ടു? ആ, താങ്ക് യു. നമുക്ക് ചോദിക്കണമല്ലോ, നമ്മളെ തരാം ഇഷ്ടപ്പെട്ടു. ഈ കോവിഡ് ടൈം എൻ്റെ ചോദ്യമാണ്. കോവിഡ് ടൈം അത്യാവശ്യം എല്ലാവർക്കും കുറേ ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിൽ വരുന്ന കുറേ വ്യാകുലതകളുള്ളൊരു സമയമാണ്. വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് യു ഫൈൻഡ് ഹോപ്പ് ഇൻ? ശുഭാപ്തി വിശ്വാസം എന്തിലാണ്? ശുഭാപ്തി വിശ്വാസം എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കൊരു ഇഷ്യൂ വന്നാൽ നമ്മളാണ് അതിൻ്റെ ഒരു ആദ്യം എടുത്ത് അതിന് വേണ്ടിയിട്ടൊരു പരിഹാരം എന്തായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും. സോ വി ലുക്ക് അറ്റ് ദ പ്ലസ് ആൻഡ് മൈനസ് സൈഡ് ഓഫ് ഇറ്റ് ആൻഡ് വേഴ്സ്റ്റ് കേസ് ഓൾസോ, റൈറ്റ്? അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രോബ്ലം എൻ്റേതോ നിങ്ങളുടേതോ മാത്രമല്ല, ദിസ് ഈസ് വേൾഡ് പ്രോബ്ലം ആൻഡ് എവറിബഡി ഈസ് ട്രൈങ് ഫ്രം ദെയർ ബെസ്റ്റ്. സോ അതൊരു ഹോപ്പുണ്ട്. ഇവൺ നൗ വെൻ യു ഹിയർ ഫ്രം സംവെയർ, ഇപ്പോൾ പൂനെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്തോ വരുന്നു, അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് ജർമ്മനി, സോ മെനി പ്ലേസസ് പീപ്പിൾ ആർ കമ്മിങ് അപ്പ് വിത്ത് വാക്സിനേഷൻ്റെ ആ ഒരു ഹോപ്പ്. ഓക്സ്ഫോർഡിൽ ഇപ്പോൾ അത്, സോ ദാറ്റ് ഈസ് ഓൾ ഈസ് ഹോപ്പ്, റൈറ്റ്? സോ ദാറ്റ് ഗിവ്സ് മീ ദാറ്റ് യു നോ വാട്ട്, ഓക്കെ 5 മാസം 6 മാസം ചിലപ്പോൾ ഈ വർഷം മുഴുവൻ നമ്മളിങ്ങനെ തന്നെ ആയിരിക്കും. അടുത്ത വർഷം തുടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്കായിരിക്കും, മേ ബി മിഡ് നെക്സ്റ്റ് ഇയർ വി മേ ഹാവ് സം ഹോപ്പ്. So that's the hope where I feel that we all have come together to fight this. We are equipped to find a solution and survive എന്നുള്ള hope. അതെ, സർവൈവൽ. സി ഹ്യൂമൻ സർവൈവലിൻ്റെ ഇതിന് ഇപ്പോൾ ഒരു നമ്മൾ പറയല്ലേ, കാശില്ല ഒന്നുമില്ല വിശന്ന് നടക്കുന്ന ആൾക്കും എവിടെയെങ്കിലും ഒരു നേരം ഭക്ഷണം കിട്ടും എന്നുള്ള ഒരു ഹോപ്പാണ്, റൈറ്റ്? But that's about one person or few handful. Idun parayumbo everybody, rich, poor or whoever, everybody is in it. So for that I'm very hopeful that someone or the other will come to the point where we will get that vaccination which will give us some relief, right? Funding അങ്ങനെയുള്ള എല്ലാ സഹായം എല്ലായിടത്തുനിന്നും വരുന്നുണ്ട്. So we all are in it and I think നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ സിനിമയിൽ പറയില്ലേ, പൂരി കായനാത്ത് ഉസ്കോ പൂരാ കർനെ കെ ലിയെ ലഗ് ജാത്തി ഹൈ. യെസ്, അത് കാഫ്ക പറഞ്ഞൊരു സംഭവമാണ്, ഫ്രാൻസ് കാഫ്കൻ്റെ. അതായത് ഇഫ് യു ട്രൂലി വാണ്ട് സംതിങ് ദ വേൾഡ് വിൽ കൺസ്പയർ ഇറ്റ് സെൽഫ്, റോൾ ഇറ്റ് സെൽഫ് ഓൺ യുവർ ഫീറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം യെസ്, ഗുഡ്, ഐ ലൈക്ക് ദ ആൻസർ. താങ്ക് യു. അപ്പോൾ ഞാനല്ലേ ക്വസ്റ്റ്യൻ അല്ല, ഇനിയിപ്പോൾ ഞാൻ ഓക്കെ. This is what are your fears during this time? ഫിയർ ഉണ്ട്. ഫിയർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് നോർമൽസി എത്തുന്നതിൻ്റെ മുമ്പേ ധാരാളം ആൾക്കാരുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളൊരു ഫിയറുണ്ട്. അത് ചിലപ്പോൾ ഫിയർ ശരിയായിരിക്കാൻ മതി, കാരണം എത്ര ഡിലേ ചെയ്യുന്നോ നമ്മളൊക്കെ നമ്മളുടെ ഒരു പൊസിഷനിൽ നിന്നാണ് ഇതിനെ കാണുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ, അല്ലാത്ത ഇഷ്യൂ, അങ്ങനത്തെ പല കാര്യത്തിലും ഉള്ളത്. എല്ലാവർക്കും അവരുടെ ഒരു ത്രഷോൾഡ് ഉണ്ട്. ജോലിയുള്ള ആൾക്കാർക്കും ജോലി ഇല്ലാത്ത ആൾക്കാർക്കും അത് ഒരു പേടിയാണ്. അതായത് ലോകത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു നോർമൽസിയിലേക്ക് എത്തുമ്പോഴേക്കും കുറേ ബുദ്ധിമുട്ടുകൾ നമ്മളിന്ന് കാണുന്നതിൽ നിന്നും അപ്പുറമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അത് അമേരിക്കയിലാണോ ഇന്ത്യയിലാണോ
ജർമ്മനിയാണോ UK ആണോ ഇതൊന്നും ബാധകമല്ല. എല്ലാ സ്ഥലത്തുള്ള ആൾക്കാർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അത് ഒരു സോഷ്യൽ അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു പേടിയുണ്ട്. അത് കാരണം കുറച്ച് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോഴും വേറെ ചില ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവുന്നില്ല. ആ പ്രശ്നമില്ലാത്ത ആൾക്കാർ മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ ഈ ഇഷ്യൂസിനെ വഷളാക്കാൻ വേണ്ടി ശ്രമിച്ചു വന്നിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അൺട്രസ്റ്റ് ഉണ്ടാവും. ആ അൺട്രസ്റ്റ് ഓരോ ഗവൺമെൻറ്റും ഓരോ സൊസൈറ്റീസും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലിരിക്കും അവരുടെ സർവൈവൽ. അതിപ്പോൾ നമ്മൾ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പം എവറി ഗവൺമെൻറ്, എവറി സ്റ്റേറ്റ് ഗവൺമെൻറ്, എവറി സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ എവറി സൊസൈറ്റി ആക്ട്സ് ഡിഫറെൻ്റ്ലി ഫോർ ദാറ്റ്. കമ്മ്യൂണിറ്റി ആക്ട്സ്. പക്ഷേ അതിന് കമ്മ്യൂണിറ്റി എന്നുള്ളതായിരിക്കാൻ മതി ആ ഒരു ഇതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത്. അതായത് ലോകത്തിന് എല്ലാവർക്കും ശരിയാവുന്ന ഒരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ചെറിയ കമ്മ്യൂണിറ്റി, ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഫ്രീമോണ്ട് അല്ലെങ്കിൽ അലമേഡ കമ്മ്യൂണിറ്റി, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഇവിടെ ഇപ്പോൾ ഞങ്ങൾ അലമേഡയിലാണ്, അലമേഡ കൗണ്ടിയിലാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഇവിടുത്തെ കൗണ്ടിയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നോക്കുന്നുണ്ട് സാൻ ഫ്രാൻസിസ്കോ എന്താണ്, കാലിഫോർണിയയിൽ എന്താണ്, ബാക്കി US എന്താണ്. എന്നാലും ഞങ്ങളുടെ കൗണ്ടിയാണ് തീരുമാനിക്കുന്നത് ഇവിടെ എത്ര കേസസായി, ഇവിടെ എത്ര പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇതൊക്കെയാണ് നമ്മൾ റൂള്, ഇത് പ്രശ്നമല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള റൂളുകൾ ഇതൊക്കെയാണ് എന്നുള്ള ആ ഒരു എഫേർട്ട് ഐ തിങ്ക് ഫിയർ ഉണ്ട്. ഐ തിങ്ക് ദാറ്റ് ഈസ് മൈ മേജർ ഫിയർ. പിന്നെ പേഴ്സണൽ ഫിയർ ഒബ്വിയസ്ലി ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്യും എങ്ങനെയെങ്കിലും ഈ ഒരു ഇതിനെന്നുള്ളത്. ആസ് എ ഫാമിലി, ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് സർവൈവ് ചെയ്യാന്നുള്ളത്. ജോലീൻ്റെ കാര്യമായാലും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നതായാലും നമ്മളുടെ എന്തൊക്കെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അവരുടെ മാനസികമായിട്ടുള്ള ഒരു വെൽബീയിങ്, ഇത് അപ്പോൾ പേടിക്കാൻ ധാരാളമുണ്ട് എന്നുള്ളതാണ്. ആ പേടിക്കുന്നതിനെ കംപ്ലീറ്റ് അതിനെപ്പറ്റി ആലോചിക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിനെപ്പറ്റി ചർച്ച ചെയ്യണം, സംസാരിക്കണം, അതിനെന്തെങ്കിലും സൊല്യൂഷൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കണം. അതാണ് എൻ്റെ തോട്ട്. അപ്പോൾ അതിപ്പോൾ സീരിയസ് ആയി പോകുന്ന ഡിസ്കഷൻ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തമാശയൊക്കെ പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും എൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് തമാശ നോക്കാം. ഹൗ ഡു യു തിങ്ക് റിലേഷൻഷിപ്സ് വിൽ ചേഞ്ച് പോസ്റ്റ് കോവിഡ്? കോവിഡിനെ കുറിച്ചല്ല, ഈ കോവിഡിൽ ഇപ്പം നമ്മളിങ്ങനെ പോകുന്നില്ല. എന്നാ തീരെ ഏതാ ഒരു ദിവസത്തിൽ അങ്ങ് ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡ് ആവില്ല. എന്നാലും ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ് എങ്ങനെ മാറും എന്നുള്ളതൊന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ റിലേഷൻഷിപ്പ് പല രീതിയിലുണ്ട് എന്ന് പറയുമ്പോൾ ചിലർ നമ്മൾ നേരത്തെ പല സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. ചിലയിടത്ത് കുട്ടികൾ നിമിത്തം പാരൻസ് ഒരുമിച്ചിരിക്കുന്നു, എന്നാൽ അവരുടെ റിലേഷൻഷിപ്പ് അത്ര ഹെൽത്തി അല്ല, എന്നാലും അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് ജീവിക്കുന്നു. ഈ കോവിഡ് സമയത്ത് മെയിൻ ഒരു പ്രശ്നം വരുന്നതെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഉള്ള ഇതിൽ എന്താ പറയുന്നത്, ഡൊമസ്റ്റിക് വയലൻസ് അതുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. കാരണം അപ്പോൾ ഈ ഹസ്ബൻഡ് വൈഫിന് വെളിയിൽ പോകാൻ പറ്റാത്തത്, വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ വരുമ്പോൾ അത് എങ്ങോട്ടാണ്, അതിനൊരു ഔട്ട്പുട്ട് വേണം. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. സോ അങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് ആവും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇഫക്റ്റ് കുട്ടികൾക്കാവുന്നത്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ പോസ്റ്റ് കോവിഡ് ഞാൻ നോക്കുന്നതെന്ന് പറയുമ്പോൾ ഹോപ്പ്ഫുള്ളി ദേ വിൽ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അതിനും സെപ്പറേഷൻ ആയിട്ടാണെങ്കിലും വേറെ താമസിച്ചിട്ട് കൗൺസിലിംഗ് ആയിട്ടാണെങ്കിലും അങ്ങനത്തെ ഉള്ള കുറേ ഇത് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദാറ്റ് ഈസ് വൺ. ബട്ട് ഐ ഫീൽ ദർ ആർ ലോട്ട് ഓഫ്. ഒരു മിനിറ്റ് ഒന്ന് അവിടെ നിന്ന് ജസ്റ്റ് ടു ക്ലാരിഫൈ ദാറ്റ്. അതായത് കോവിഡ് കാലത്ത് ഉണ്ടാവുന്ന ഇതേമാതിരിയുള്ള പ്രശ്നങ്ങളെ അത് സോൾവ് ആവാൻ പോസ്റ്റ് കോവിഡ് നടക്കുന്നുള്ളൂ. ഇങ്ങനെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് എ വാലിഡ് തിങ്. കാരണം നമ്മളത് എവിടെ വായിക്കുകയുണ്ടായി. കാരണം ഇത് വലിയ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിലും പാർട്ട്നേഴ്സിൻ്റെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ഒക്കെ ആയിട്ട്. സോ അതുകൊണ്ട് ഐ ഫീൽ ദാറ്റ് അത് കഴിയുമ്പോൾ they will analyze their situation and they will feel like, we can stay as friends but we need to move on with our life. അങ്ങനെ ആകുമ്പോൾ അങ്ങനെയുള്ള that is one hope. Secondly, എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പ് where husband and wife they are good, but then ഈ busy pace life, കുട്ടികളുടെ കാര്യം, ജോലിയും ഇതൊക്കെ നോക്കുമ്പോൾ
you are running like a clock. ആ സമയത്ത് you are not giving enough time to relationship. But this COVID time has given that opportunity where no matter what you are giving time for each other. നമുക്ക് വേറെ എവിടെയും പോകാൻ സമയമില്ല, സ്ഥലമില്ല. സോ ആ സമയത്ത് നമുക്ക് പലതും ചെയ്യാനുള്ള നമ്മൾ ചിന്തിച്ച് കാണും. സി മെനി ടൈംസ് വി തിങ്ക് ലൈക്ക് ഓക്കെ സമയം കിട്ടുമ്പോൾ ഇത് ചെയ്യണം, അത് ചെയ്യണം. അതുപോലെ ചില പറയില്ലേ ചില പലഹാരങ്ങൾ ഉണ്ടാക്കണം എന്ന് തോന്നും, പക്ഷെ സമയമില്ല. സോ ദിസ് ഈസ് ദാറ്റ് ടൈം വെർ യു ഗെറ്റ് ടു ഫുൾഫിൽ ഓൾ ദോസ് ഡ്രീംസ് ആൻഡ് തോട്ട്സ് ദാറ്റ് യു ഹാഡ് ഇൻ യുവർ മൈൻഡ് ഫോർ യുവർ ബെറ്റർ ഹാഫ് ഓർ ഫോർ യുവർ കിഡ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ this is actually bringing them together and it's becoming more strong, right? ഇപ്പോൾ ആ സമയത്താണെങ്കിലും കുട്ടികൾക്ക് വല്ലതും പ്രോബ്ലം ഉണ്ടെങ്കിലും you all come together in a room where you are all and sitting and talking and discussing about it. So I think it has two faces, but both of them end up in a positive result എന്നാണ് ഞാൻ നോക്കുന്നത്. Relationship which are not in good shape but still because of other society issues or other complications for which they have to live in that relationship, they will come out of it sensibly, understanding each other that you know what, we must move on. It's not healthy for us, not for our kids. So that is one positive. And secondly, where people have a healthy relationship but they were not able to give each other time. And you know, many healthy relationships, they drag off. Right? You drag far away from each other because of this. സമയം കിട്ടുന്നില്ല, അങ്ങനെ ആവുമ്പോൾ you go out. Could you try again? ശരി. So ശരിക്ക് കാര്യം മനസ്സിലാവുന്നില്ല എന്നിട്ട്. So അത് മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ശരി ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ. So that's how I look at it, that outcome will be positive either or. Okay. Good. Hope I answered. Yes, I hope you answered and you answered about hope. എൻ്റെ അല്ല നീ ഇനി ഞാൻ third one, right? Okay, this is how COVID has changed your personal contacts with one whom you were otherwise meeting all the time. കാരണം ഇപ്പോൾ എന്ന് പറയുമ്പോൾ പല ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഔട്ട്സൈഡ് ഓഫ് യുവർ ഹൗസ് യു ക്രിയേറ്റ്, റൈറ്റ്? ഇപ്പോൾ ജോലിക്ക് പോവാണ്, നിങ്ങൾക്ക് അവിടെ ചില ഫ്രണ്ട്സ് ഉണ്ടാവും which are not like family friends because that is your space you create. പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് നിമിത്തം നിങ്ങൾക്ക് അവരോട് കാണാനൊന്നും പറ്റുന്നില്ല. സോ ഹൗ യു ആർ കീപ്പിംഗ് ഇൻ ടച്ച് ഓർ ഹൗ ദിസ് ഈസ് കീപ്പിംഗ് യു അവേ ഓർ വാട്ട് എഫർട്ട് ആർ യു ടേക്കിംഗ് ടു ബി? ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എൻ്റെ വായിൽ നിന്നും വല്ല പേരുകളും വീണു പോകുമോ എന്നുള്ള ഒരു ഉദ്ദേശമാണോ? ഇല്ലല്ല ഇല്ലല്ല, ഇല്ലല്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. അല്ലല്ല, വെറുതെ പറഞ്ഞ. അപ്പം നിനക്കറിയാം, അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് മീറ്റ് ചെയ്യുക എന്നുള്ള ഒരാളെ ഉണ്ടായിരുന്നല്ലോ, അരവിന്ദ്. അരവിന്ദ് മാത്രമേ ഉള്ളൂ നമ്മൾ എനിക്ക് തോന്നുന്നു റെഗുലറായിട്ട് മീറ്റ് ചെയ്തിരുന്നത്. അരവിന്ദിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു ഫാക്ടറുണ്ട്. കാരണം ഈസ് ഓൾസോ, പക്ഷേ വിളിച്ച് സംസാരിക്കും. കാരണം ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും, എങ്ങനെയുണ്ട്, നടക്കാൻ പോകുന്നുണ്ട്, അപ്പം അങ്ങനെ ഫോണിൽ സംസാരിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത് അല്ലാതെ എനിക്ക് നമ്മളധികവും ഫാമിലിയും ഒരുമിച്ചാണ് എന്നുള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഒരാളെ മിസ്സ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് വേറെ എനിക്ക് തോന്നുന്നില്ല. ബാക്കി പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന കുറേ പേരൊക്കെ ഓൺലൈനായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വേറെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് പോകുന്നത് അതൊക്കെ ഫാമിലിയായിട്ട് പോകുന്നതാണ്. ഞാനങ്ങനെയാണ്, ഒറ്റയ്ക്ക് തിരിഞ്ഞളിക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ല. അപ്പം ഇത് നമ്മളൊരു സുഹൃത്തുണ്ട്, അത് നമ്മളെന്താന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് പോവുക, കാണുക, ഒരു ബിയർ അടിക്കാൻ വേണ്ടി ഒന്ന് പോവുക, ഇരിക്കുക, ഒരു മണിക്കൂർ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക്. അതിങ്ങനെ ഇതായി കുറേ കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്യാനും സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അല്ലാണ്ട് അങ്ങനെയൊരു കാരണം ഇപ്പം നീലുണ്ടാകുമ്പോൾ നീലിനെ കാണലുണ്ടായിരുന്നു, പക്ഷേ നീൽ ഇസ് ഗോൺ, വേറെ സ്ഥലത്ത് പോയി. അപ്പം അങ്ങനെ 1-2 ആൾക്കാരേ ഉള്ളൂ. അപ്പം അവർ യെസ് കീപ്പിംഗ് ഇൻ ടച്ച് ഓൺ ഫോൺ. നേരിട്ട് കാണില്ല ഇനിയിപ്പം. പക്ഷെ അത് നേരിട്ട് കാണാത്തത് കൊണ്ട് ജീവിതത്തിൽ വലിയൊരു നഷ്ടം എന്നുള്ള തോന്നലും കാര്യങ്ങളൊന്നുമില്ല. കാരണം അങ്ങനെയൊരു നമുക്കതിനെ ആക്സെപ്റ്റ് ചെയ്തു നമ്മൾ ഇതാണെന്നുള്ളത്. അതെ. പക്ഷേ ഇപ്പം
കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വേറെ പല ആൾക്കാരും കാണുമായിരുന്നു എന്നുള്ളതാണ് അതെ. മനസ്സിൽ ഓടി വരുന്നത് ഈ രണ്ട് കേസാണ്. നാട്ടിലാണെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ പ്രോബ്ലി ഡിഫറെൻ്റ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ ഇവിടെ നമ്മളുടെ ലൈഫിൻ്റെ പേസ് കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. ദാറ്റ് ഈസ് മൈ സർ. വാട്ട് ഷുഡ് പാരൻസ് കീപ്പ് ഇൻ മൈൻഡ് ഡ്യൂറിങ് കോവിഡ്? മാതാപിതാക്കൾ, രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ കോവിഡ് സമയത്ത് അവർ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് തോന്നുന്നത്? സി ടു തിങ്സ് കംസ് ടു മൈ മൈൻഡ്. ഒന്നെന്ന് പറയുമ്പോൾ കുട്ടികൾ വളരുകയാണ്. എനിക്കറിയില്ല ഏത് സ്റ്റേജിലായിരിക്കും ഓരോരുത്തരുടെ കുട്ടികൾ. ഇപ്പോൾ എൻ്റെ മകൻ ടീനേജായി, റൈറ്റ്? സോ ഐ എം വെരി കോൺഷ്യസ്ലി കീപ്പിംഗ് ഇൻ മൈ മൈൻഡ് ദാറ്റ് ഹീ ഈസ് ഗ്രോയിങ് അപ്പ്. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ കാണും. സോ ഞാൻ എപ്പോഴും അവൻ്റെ എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഐ പേ അറ്റൻഷൻ വെരി മൈന്യൂട്ട്ലി ഫോർ ദാറ്റ് റീസൺ. കാരണം അങ്ങനത്തെ സമയത്താണ് കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ആൻഡ് മനസ്സിലാക്കേണ്ടതും. സോ ദാറ്റ് ഈസ് വൺ തിങ്. ആൻഡ് സെക്കൻഡ്ലി വെൻ കോവിഡ് ഇല്ലാത്ത സമയത്തെന്ന് പറയുമ്പോൾ നമ്മൾ ജോലിക്ക് പോകുമായിരിക്കും, അവർ സ്കൂളിൽ പോകുമായിരിക്കും. ഇപ്പോൾ സമ്മർ വെക്കേഷൻ തുടങ്ങിയാലും നമുക്ക് ലീവില്ല, നമ്മൾ ജോലിക്ക് പോകാമെന്നെങ്കിലും അവരെ നമ്മൾ ഒരു സമ്മർ സ്കൂളിൽ ക്ലാസ്സിലോ അങ്ങനെ ഒരു ഇതിൽ ഇടും. അപ്പോൾ അവർ അവിടെ ബിസിയാണ്. ബട്ട് റൈറ്റ് നൗ നൺ ഓഫ് ദോസ് തിങ് ഈസ് ഹാപ്പനിങ്. ഇപ്പോൾ എൻ്റെ മകൻ്റെ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അവൻ്റെ ഒരു മ്യൂസിക് ക്ലാസ് ഉണ്ട് വിച്ച് ഈസ് ഓൾവേസ് ഹാപ്പൻസ് ഓൺ സാറ്റർഡേ. അപ്പോൾ പക്ഷെ അതല്ലാതെ ബാക്കി സമയത്ത് ഹി ഹാസ് ബീൻ ഗിവൺ സർട്ടൺ ടൈം ടേബിൾ. വായിക്കണം, പിന്നെ എന്തായിരുന്നു, അവൻ അനിമേഷൻ ഇഷ്ടമാണെങ്കിൽ അവൻ അത് ചെയ്യുന്നു. സോ യു കീപ് എ ടാപ്പ് ഓൺ എവറി ടൈം. ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ മീറ്റിംഗ് ഒക്കെ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് എണീക്കണം. കാരണം ഏത് നേരം നമ്മൾ ഇരുന്നാൽ ശരിയല്ല, എർഗണോമിക്കലി ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. സോ യു വിൽ ഗെറ്റ് അപ്പ് വാക്ക്. അങ്ങനെ ആകുമ്പോൾ ഞാൻ മോൻ്റെ റൂമിൽ പോയി വാക്ക് ചെയ്ത് നോക്കുന്നു, എങ്ങനെയുണ്ട് ചോദിക്കും. സോ ഐ തിങ്ക് ആസ് പാരൻറ്റ് യു ഹാവ് ടു ബി വെരി കോൺഷ്യസ് ദാറ്റ് ഇറ്റ് ഈസ് അഫക്റ്റിംഗ് യു. പ്രോബബ്ലി നമ്മൾ ഒരു സർട്ടൻ ഏജിൽ എത്തുമ്പോൾ we have gone through different phases in life and we have accommodated, adjusted accordingly. So we are more trained, I believe, than as compared to kids. ഇപ്പോൾ സത്യം പറഞ്ഞാൽ trained for what? trained to deal with situation. ഓക്കെ. അതായത് നമ്മൾക്ക് കൂടുതൽ അതൊരു വലിയ ഫാക്ടറാണ്. കാരണം കൂടുതൽ ചേഞ്ചസിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട് കുട്ടികളെക്കാട്ടും കൂടുതൽ. ഇപ്പം കല്യാണം കഴിച്ചിട്ട് ഒരു റിലേഷൻഷിപ്പിൽ കയറി വരുന്നത് തന്നെ, ഇപ്പോൾ ലവ് മാരേജ് ആണെങ്കിലും how you deal with that, or even if it's arranged marriage, how you deal with it, right? അവരുടെ ഫാമിലീസിനെ ഡീൽ ചെയ്യാന്നുള്ളതുണ്ട്. So I think that's a very big change and adaptation that people go through. അപ്പോൾ ഞാൻ കാണുന്നത് കുട്ടികൾക്ക് they have just come out. സോ അവരൊന്നും ജീവിതം കണ്ടിട്ടില്ല. ഇപ്പോൾ സ്കൂളിൽ ഫ്രണ്ട്സിനെയും ക്ലാസ്മേറ്റ്സിനെയും കാണുന്നു, അവരുടെ ത്രൂ അവർക്ക് ഇതർ സ്നേഹം കിട്ടുന്നു ഓർ ബുള്ളി കിട്ടുന്നു, whatever it is, right? They are just exposing themselves. So അവർക്ക് ഇതിൻ്റെ ഒരു പറയില്ല, ഒരു കാറ്റ് കിട്ടുന്നേ ഉള്ളൂ. ബട്ട് ബിഫോർ ദാറ്റ് എവറിഥിങ് ഈസ് ഷട്ട് ഡൗൺ. നൗ ദേ ആർ ലോക്ക്ഡ് അപ്പ് ഇൻ ദ ഹൗസ്. സോ ഒരു സ്കൂൾ ജീവിതം, അതുപോലെ ആദ്യമായിട്ട് കോളേജിൽ പോകുന്ന നമുക്കൊക്കെ ഒരു ത്രില്ലുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ പെൺപിള്ളേർ പറഞ്ഞു, കോളേജിൽ പോകാമെങ്കിൽ എനിക്ക് ബോയ് ഫ്രണ്ടേ വേണം. അതായിരുന്നു അവരുടെ ആദ്യത്തെ ഡ്രീം. ബട്ട് നൗ പീപ്പിൾ ഡോണ്ട് ഈവൻ നോ വാട്ട് ദ കോളേജ് ലൈഫ് ഈസ്. ബിക്കോസ് കോളേജിലാണെങ്കിലും നിങ്ങൾക്ക് UCയിൽ അഡ്മിഷൻ കിട്ടിയെങ്കിലും നിങ്ങൾ വീട്ടിലിരുന്നിട്ടാണ് പഠിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ ബിഗ് ചേഞ്ച്. So I think parents should be very conscious. So I will say first, you should take care of yourself as parent, and you should be able to good enough to take care of your kids as well. So be very conscious. അതെ, അവരുടെ ഒരു സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറയുന്ന സംഭവം, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഒരു ധാരണ ഉണ്ടാവുക. കാരണം ഇത് ലേറ്റർ ഓൺ ഇന്നൊരാൾ വന്ന് സംസാരിച്ചാണ്. അതായത് ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ നാട്ടിൽ തുടങ്ങിയതിന് ശേഷം അച്ഛനമ്മമാർ ഇരുന്നിട്ട് അങ്ങോട്ട് കുട്ടികളെ അങ്ങോട്ട് കംപ്ലീറ്റ് പഠിപ്പിച്ചൊരു ലെവലാക്കാൻ വേണ്ടിയിട്ടുള്ള തീരെ അവെയർ ആവുന്നില്ല. കുട്ടികൾക്ക് ഉണ്ടാവുന്ന സൈക്കോളജിക്കൽ ബേർഡൻ ഒരിക്കലും മനസ്സിലാക്കാണ്ട് പഠിപ്പിക്കണം, അത് വേണം. കാരണം അതാണ് നമ്മളുടെ പക്ഷെ ഒരു പാരൻസ് തമ്മിലുള്ള കോമ്പറ്റീഷനായി മാറരുത് സംഭവം. അത് ഓൺലൈൻ്റെ അല്ലാതെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയുണ്ട്, നിങ്ങളുടെ മോളെ എവിടെയാണ് പഠിക്കാൻ പോകുന്നത്, കിട്ടിയോ കോളേജിൽ കിട്ടിയോ. അരെ ദാറ്റ് ഷുഡ് നോട്ട് ബി യുവർ പ്രോബ്ലം. അത് നമ്മുടെ പ്രോബ്ലമാണ്, റൈറ്റ്? അപ്പോൾ അതല്ല നിങ്ങൾക്ക് നോക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ നോക്കുക, കുട്ടിക്ക് പഠിക്കാൻ എന്താണ് ഇഷ്ടം, അതിൽ പ്രോത്സാഹിക്കുക.
അല്ലാതെ ഇത് ചെയ്യണം, കണ്ടോ അവരുടെ മകൻ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവരുടെ മോൾ ഇങ്ങനെ ചെയ്തു, നീയും ഇതിൽ ചെയ്യണം, ദാറ്റ് സോ മച്ച് സ്ട്രെസ്. ആൻഡ് അതിൻ്റെ കൂടെ ഈ ഇങ്ങനത്തെ സമയത്തെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എന്തൊരു ബുദ്ധിമുട്ടാണെന്നോ, വെളിയിൽ പോകാൻ പറ്റില്ല, കൂട്ടുകാരെ കാണാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ല. സോ ഐ തിങ്ക് യു ഹാവ് ടു ബി വെരി കോൺഷ്യസ് അബൌട്ട് ദോസ് ഫാക്ടേഴ്സ്. What you enjoyed in your childhood, they are losing it. So be prepared from that point of view. Correct. ഒരു കുട്ടിയായ പോലെയായി. അയ്യോ, ഞാനൊരു അമ്മയാണ്. അപ്പം ഞാനാണ് ചോദിച്ചത്. ഓ, നിങ്ങളാണ് ചോദിച്ചത്. ഓക്കെ, ഇന്ന് കുറച്ച് ലൈറ്റ് ആകാം, ഭയങ്കര ഹെവി ടോപ്പിക്കാണ്. What restaurant food do you miss this time? സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായി കുക്ക് ചെയ്യും, അതുകൊണ്ടാണ്. അല്ലല്ല, നമ്മളെല്ലാവരും കുക്ക് ചെയ്യല്ലേ തന്നെ. അല്ല കുക്ക് ചെയ്യും നമ്മൾ. കൂടുതൽ സമയം നമുക്ക് മറ്റേ നമ്മൾ ജോലി തിരക്കൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഒരു സ്ഥിരമായിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും നടക്കില്ല. പിന്നെ നമുക്ക് അങ്ങനത്തെ നിർബന്ധങ്ങളില്ല, ഇന്ന് കുക്ക് ചെയ്തത് ഇന്ന് കഴിക്കൂ എന്നുള്ളതൊന്നുമില്ല. അപ്പോൾ നമുക്ക് അധികവും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഈ സമയത്ത് വി ബീൻ സ്പെൻഡിങ് മോർ ടൈം കുക്കിംഗ് ടുഗദർ. ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതും കാര്യങ്ങളും ഇതാണോ വേണ്ട ചോയ്സുകളുള്ള മാതിരി തോന്നുന്നുണ്ട്. അതെ, മുമ്പുള്ളതിനെക്കാട്ടും. അത് മാത്രമല്ല, നമ്മൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വി ആർ റെഡി ടു പുട്ട് എഫേർട്ട് ടു കുക്ക് എനിത്തിങ് ദാറ്റ് യു വാണ്ട്. കാരണം സമയമുണ്ടല്ലോ. മറ്റേത് അതല്ല. പിന്നെ അതുമല്ല, വീക്ക് മുഴുവൻ നമ്മൾ കുക്കിംഗ് ചെയ്ത് കഴിച്ചിട്ട് വീക്കെൻഡ് ആയിരിക്കും വെളിയിൽ പോയി കഴിക്കുക. അതൊരു എക്സൈറ്റ്മെൻ്റ് ആണ് കുട്ടികൾക്ക്. അപ്പോൾ നമ്മളും അതിൽ നമുക്കൊരു ബ്രേക്ക് കിട്ടും. ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ വീക്കെൻഡ്സിനെ നമ്മൾ വേറെ രീതിയിൽ കുക്ക് ചെയ്യുന്നു, ബേക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ വി മേക്ക് ദ വീക്കെൻഡ്സ് സ്പെഷ്യൽ അറ്റ് ഹോം ഇറ്റ് സെൽഫ്. അത് ശരി. കാരണം അങ്ങനെ എനിക്കൊന്നും റെസ്റ്റോറൻറ്റ് അങ്ങനെ ആലോചിച്ചിട്ടില്ല. എനിക്ക് കുട്ടികൾക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഒലിവ് ഗാർഡൻ, അവിടെ ഇവിടെ ഇറ്റാലിയൻ പാസ്ത, മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെ ഇതുണ്ട്. നമ്മൾ 1-2 സ്ഥലത്ത് പോയിട്ട് ഈ ബർഗറൊക്കെ മേടിച്ചു. നമ്മൾ ഇടയ്ക്കൊന്ന് വീക്കെൻഡിൽ നമ്മളൊന്ന് പുറത്ത് പോകുന്ന സമയത്ത് ഒരു ബർഗർ, ചിക്കൻ നഗറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് മേടിക്കും. പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു മിസ്സാവുന്നില്ല. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, പൊറോട്ട മേടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ പൊറോട്ട പുറത്ത് പോയി കഴിക്കേണ്ട ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് തന്നെയാണ്. അങ്ങനൊരു റെസ്റ്റോറൻറ്റ് ഫുഡ് പിന്നുണ്ട്. ആ ഒരു ആംബിയൻസ് നമ്മൾ റെസ്റ്റോറൻറ്റ് പോവുക, ഇരിക്കുക എന്നുള്ളത് അത് മാറുമല്ലോ. ഇനി അതൊക്കെ മാറും. അതിനിപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ നമ്മളങ്ങനെ സെൽഫായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് നീ വിചാരിക്കുന്ന മാതിരിയുള്ള ആ ഒരു കളിയൊന്നും ഇനി കുറച്ച് കാലത്തേക്ക് നടക്കില്ല. അപ്പോൾ നീ വെറുതെ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ചിട്ടും ബുദ്ധിമുട്ടിച്ചിട്ടും കാര്യമില്ല. സോ അഡ്ജസ്റ്റ് ആൻഡ് ബി ഹാപ്പി ദാറ്റ് യു ആർ ഓക്കെ എന്നുള്ളത് വിചാരിക്കുകയാണ്. ലാസ്റ്റ് ഓഫ് മൈ പ്രോബ്ലംസ് ആണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ ആലോചിക്കുന്നുണ്ട്, റെസ്റ്റോറൻറ്റുകൾ നടത്തുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ഫുഡുകൾ അവർ കേറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ആലോചിക്കുക, വലിയൊരു സിറ്റിൻ റെസ്റ്റോറൻറ്റ് ഈ കോവിഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തുടങ്ങിയ ഒരാൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അല്ലേ? അപ്പം അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമ്മളൊക്കെ പല കാര്യങ്ങളിലും എത്രയോ ബെറ്റർ ഓഫ് ആണ് എന്നുള്ളതാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള അവകാശം ഇല്ല എന്ന് തോന്നും എന്നാണ് തോന്നുന്നത്. എൻ്റെ ചോദ്യം, എൻ്റെ ലാസ്റ്റ് ചോദ്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് വൺ തിങ് യു ഫിഗേർഡ് ഔട്ട് ഡ്യൂറിങ് കോവിഡ്. അതായത് നീ മനസ്സിലാക്കിയൊരു സാധനം കോവിഡിൻ്റെ സമയത്ത് നീ മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷേ നീ ഈ കോവിഡ് സമയത്താണ് നീ മനസ്സിലാക്കിയത് ഞാനെന്ത് നല്ല സ്നേഹമുള്ളവനാണെന്നുള്ള. അല്ലാത്തൊരു എന്തെങ്കിലും ഇട്ടോ അത് പറയണമെന്നില്ല. അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ അതല്ലാണ്ടേ നീ അത് പറയണമെന്നില്ല. അല്ല, പറഞ്ഞോ സ്ട്രെയിൻ ഓഫ് തോട്ട് പോയില്ലേ? I think family is very important. That's one thing this COVID has made me realize. Not realize, I would say. It has made it more affirmed. കാരണം ഞാൻ കാനഡയിൽ നിന്ന് ഇവിടെ മൂവ് ചെയ്യുമ്പോൾ തന്നെ കരിയർ വാസ് സെക്കൻഡറി ഫോർ മീ, ഫാമിലി വാസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി. സോ അങ്ങനെ നോക്കുമ്പോൾ അന്നേ എനിക്കറിയാം ഫാമിലിയുടെ വാല്യൂ എന്താണ്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട്.
because I grew up in that kind of setup. So that comes with me as a fundamental. പക്ഷേ during this time ഈ സമയത്ത് അതൊന്നുകൂടെ നമ്മളെ അതിനെ ഒരു എന്താ പറയുക സശക്തമാക്കുന്നു. സുശക്ത ഞാൻ ഹിന്ദി വേർഡാണ് ചെയ്തത്. സശക്ത എന്തായാലും. സോ ദാറ്റ് ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കാരണം ഞാൻ അതിൻ്റെ പറയാം, ഞാനൊരു വർക്കിംഗ് ലേഡി ആണെങ്കിലും ഇപ്പോൾ ഓഫീസിൽ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ ഡെസ്കിൽ വന്നിട്ട് അത് നമ്മൾ മൈൻഡിൽ പ്രോസസ്സ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ പ്രോജക്റ്റിൻ്റെ വല്ല ടൈം ലൈൻ്റെ ആയിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. യു കം ബാക്ക് ടു യുവർ ഡെസ്ക് ആൻഡ് യു ആർ പ്രോസസ്സിങ് ഇറ്റ്. പക്ഷേ ആ പ്രോസസ്സ് ചെയ്യുന്നതിനകത്തേക്ക് നിങ്ങൾക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്, വേറെ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ ഡെസ്കിൽ വന്നിട്ട് പ്രോബ്ലംസ് ഷെയർ ചെയ്യായിരിക്കും. വാട്ട് അബൌട്ട് ദിസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പേസ് കിട്ടുന്നില്ല, കുറഞ്ഞു പോകുന്നു. നമ്മുടെ ആ പ്രോബ്ലത്തിനെ ബാക്ക് ബർണറിൽ വെച്ചിട്ട് നമ്മൾ വേറെ പ്രോബ്ലമിലേക്ക് കയറുന്നു. അങ്ങനെ ആകുമ്പോൾ ലോഡ്സ് ഓഫ് തിങ് കംസ് ഇൻ യുവർ മൈൻഡ്. വിത്ത് ഹെവി മൈൻഡ് യു കം ഹോം ആൻഡ് ദെൻ ചിലപ്പോൾ നോക്കുമ്പോൾ ഫാമിലി, അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുകയില്ല അവിടെ ഷെയർ ചെയ്യണമെന്ന്, ബിക്കോസ് എവറിബഡി ലുക്ക് ഹാപ്പി ഇൻ ദെയർ സോൺ. അപ്പോൾ ശരി എന്നാൽ അപ്പോഴും നമ്മൾ അതിനെ വെളിയിൽ ആ ബാക്ക് ബർണറിൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദെൻ യു ഗോ ബാക്ക് ടു സ്ലീപ്പ്, ഗെറ്റ് അപ്പ്, സെയിം തിങ് റുട്ടീൻ. But during this time what happens is, the moment something happened and after that thing is done, you get out, go for a walk, or you talk to your husband or your kid, right? അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് പറയുമ്പോൾ you have immediate outing at that for that problem. Outlet. One better thing is that when you let that out, that itself is a relief. ഞാൻ പറയുന്നില്ല എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ ഉണ്ട്, സൊല്യൂഷൻ കാണുകയില്ല ചിലപ്പോൾ. കാരണം ഇപ്പം ഞാൻ ചിന്തിക്കുന്ന രീതിയിലല്ലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രോബ്ലം തോന്നുന്നത് അത് എനിക്ക് പ്രോബ്ലമായിട്ട് തോന്നുകയില്ല, റൈറ്റ്? പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലൊരിതുണ്ട്, ഞാനിത് അവിടെ വരെ എത്തിച്ചു, റൈറ്റ്? ദാറ്റ് ഫീലിംഗ് ഇസ് ദെയർ. ആൻഡ് വൺസ് ഇറ്റ്സ് ഔട്ട് ഓഫ് യുവർ മൈൻഡ്, ഔട്ട് ഓഫ് യുവർ മൗത്ത്, യു ഹാവ് ലിറ്റിൽ ബിറ്റ് റിലീഫ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങളിലൊക്കെ ജോയിൻ ചെയ്ത് അതിൻ്റെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ യു ഫീൽ ദാറ്റ് പ്രോബ്ലം വാസ് ആക്ച്വലി very small, but heat of the moment it looked very big, right? So and it's only where family where you can share these things. കാരണം നമുക്ക് ബാക്കിയുള്ള ആൾക്കാരോട് ഷെയർ ചെയ്താൽ അത് അവരുടെ പ്രോബ്ലം അല്ല. അതുകൊണ്ട് അവർ അതിനെ എത്ര രീതി നിങ്ങൾക്ക് ലിസ്ണിങ് ഇയർ കിട്ടും അറിയില്ല. പിന്നെ ചില ഫ്രണ്ട്സുകൾ കാണുമായിരിക്കും who will listen to it, but then they will say everywhere it's like this. So that's also not a solution or helping you in any way, because that puts you in more depressing, like എല്ലായിടത്തും ഇങ്ങനെയാണ്, right? So I feel family is very important. ആ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഒരു മീൻസ് അത് കൂടുതൽ അതിൻ്റെ നുവാൻസസിലേക്കും അതിൻ്റെ ചെറിയ ചെറിയ കാര്യത്തിലേക്കും ഒക്കെ കണ്ണു പോകുന്നുണ്ട്, അല്ലേ? നമ്മളെ അത് ഇങ്ങനത്തെ സമയത്ത് ഇറ്റ്സ് എ വെരി വെരി വാലിഡ് പോയിന്റ്. റിലേഷൻഷിപ്സിൽ അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബം എന്നുള്ള രീതിയിൽ, വീട് എന്നുള്ള രീതിയിൽ, നമ്മൾ വീട്ടിലെ ട്രാവലിംഗ് വിത്തിൻ ദ ഹൗസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ വീട്ടിലെ ഓരോ കോർണറും ഞങ്ങൾ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി. ബെഡ്റൂം നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ആ ബെഡിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി, എന്തെങ്കിലും ഒരു ചേഞ്ച് ഇത് ഒരേപോലെ തന്നെ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളിൽ മോളുടെ റൂം, മോൻ്റെ റൂമൊക്കെ, അതായത് അതേ സംഭവങ്ങൾ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, ഒരു ഫ്രഷ്നെസ്, ഒരു വ്യത്യാസം വീട്ടിൽ ചെയ്യുക, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. പക്ഷേ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാം എന്നുള്ളൊരു തോന്നലുണ്ട്. പുറത്ത് പോയി വരണ സമയത്ത് ഡിപ്രസ്ഡ് ആവുന്നുണ്ടെങ്കിലും ചിലപ്പോൾ, കാരണം നമുക്ക് ഫ്രീ അല്ല അത്ര എന്ന് തോന്നുന്നതല്ലാണ്ട് ഐ തിങ്ക് അതർവൈസ് ട്രൂ ഗുഡ്. Okay, my last question. Yes. How do you keep yourself motivated besides work? Means workil busy ആയി കഴിഞ്ഞിട്ട് you can get away from the facts, but otherwise how do you keep yourself motivated during this time? ഒന്ന് ഇപ്പം എന്നോട് സംസാരിക്കുക എന്നുള്ളത് ഒരു മോട്ടിവേഷൻ സംഭവമാണ്. ഇപ്പം ഇന്നലെ ഞാൻ സ്റ്റക്കായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റക്കായിപ്പോയി, അങ്ങനെ ടൈപ്പ് കുടുങ്ങിയ മാതിരി. അപ്പോൾ ഇവളെ വിളിച്ച് ഇവളെ കൂടെ ഇരുന്ന് കുറേ ചോദിച്ച് അത് അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആ ഒരു ഈ മോട്ടിവേഷൻ എന്നുള്ള ഒരു അൺസ്റ്റക്ക് ആവുക എന്നൊരു സംഭവമുണ്ട്. നമ്മളിങ്ങനെ നമ്മളുടെ ഒരു ചിന്ത അങ്ങനെ ഒരു സൈഡിൽ, അപ്പം
മെയിൻലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുടെ മുകളിൽ തോട്ടിൽ സ്റ്റക്കായി പോയതാണ്. അങ്ങോട്ട് നീങ്ങണില്ല, അങ്ങനെ കുടുങ്ങി കിടക്കുക. അപ്പോൾ സംസാരിച്ച് കഴിയണത് എന്താ വെച്ചാൽ മെല്ലെ മെല്ലെ, അപ്പോൾ അതാണോ എന്നൊക്കെ ഇവിടെ ചോദിക്കുന്ന സമയത്ത് മെല്ലെ മെല്ലെ ഈ സാധനത്തിനെ അൺസ്റ്റക്കായിട്ട് പോവും. പിന്നെ ഇവിടെ ഓഫീസിൽ എന്തോ ഒരു കാര്യം ഇതേമാതിരി തന്നെ വന്നപ്പം അതും നമ്മൾ ഡിസ്കസ് ചെയ്ത് അവളുടെ ഓഫീസിലെ ഒരു കാര്യം ഇതേപോലെ തന്നെ ഒരു പ്രോസസ് ഓറിയൻറ്റഡ് സംഭവത്തിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്ത്. അപ്പം അങ്ങനെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു മോട്ടിവേഷൻ സ്പീക്കറിന് കിട്ടുന്ന ഒന്നല്ല. രണ്ട് ആസ്പെക്ട്സാണ് മോട്ടിവേഷനിൽ ആൾക്കാർ നോക്കുന്നത്. ഒന്ന് സ്പീക്കറിനെ കണ്ടിട്ട് ഭയങ്കര ഗുഡ് ഫീലിംഗ്, അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ എന്നുള്ളത്. സെൽഫ് മോട്ടിവേഷൻ വളരെ ക്ലിയർ വിഷനും ഗോളും ഉള്ള ഒരാൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവും. അല്ലാത്ത നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നൊക്കെ നമ്മളുടെ ചുറ്റുപുറത്തുള്ള ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷനിലാണ് നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നത്. അത് കുട്ടികളാവാം, സ്പൗസ് ആവാം, പാരൻസ് ആവാം, സുഹൃത്തുക്കളാവാം. അവരായിട്ട് സംസാരിക്കുന്ന തന്നെ ആ ഒരു ഇൻട്രാക്ഷൻ തന്നെയാണ് അതിൻ്റെ. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഡോറൊക്കെ അടച്ച് മോട്ടിവേറ്റഡ് ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റുന്ന ആൾക്കാരുണ്ടായിരിക്കാൻ മതി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഒരാളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സംസാരിക്കണം. വേർ യു ആർ ഫ്രീ, യു ക്യാൻ ഓപ്പൺലി ടോക്ക് ആൻഡ് സേ. അതാണ് ഐ തിങ്ക് ദാറ്റ് ഈസ് ഹൗ മോട്ടിവേഷൻ ഉള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും അല്ലേ ഉത്തരം? ചെറിയ നമുക്ക് എവിടെയാണ് നല്ല രസമുള്ള ഉത്തരം കൊടുക്കേണ്ടതെന്ന് അറിയാം. അല്ലല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ ഇന്നാളത് വെളിയിൽ പോയിട്ട് കടകളൊക്കെ അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വന്നിട്ട് ഒരു കുറച്ച് ഡൗൺ ആയ ഫീൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കാണും. കാരണം എല്ലാവർക്കും ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ സീരിയസ് ആയി വരുന്നു, മാസ്ക് ഇടാതെ വെളിയിൽ പോകാൻ പറ്റില്ല, ഫൈൻ അടിക്കും, അങ്ങനെയൊക്കെ കുറേ ഇത് ഇപ്പോഴാണ് വരുന്നത് ഇവിടെ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ പാക്കപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. So how you keep yourself motivated in the sense how you look with a hope, right? അതാണ് ഞാൻ മെയിൻ ഉദ്ദേശിച്ചത്. സോ ഐ അഗ്രി ദാറ്റ് ഇറ്റ്സ് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ എല്ലാം നോക്കിയിട്ടും അവരുടെ കുട്ടികളുണ്ട്, റൈറ്റ്? യു ടോക്ക് ടു ദം because they also give inspire because they have so many things going on in their mind. ഇപ്പോൾ എൻ്റെ മകനോട് ഏത് നേരം ചോദിച്ചാൽ അവൻ ആ ആനിമേഷൻ്റെ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വരയ്ക്കായിരിക്കും അതിനെപ്പറ്റി. അപ്പോൾ വെൻ യു സീ ദാറ്റ് ത്രിൽ ആൻഡ് ഓൾ, ഇറ്റ് ഓട്ടോമാറ്റിക്കലി മേക്സ് യു ഓൾസോ. പിന്നെ ധാരാളം ചിരി, ലഹള, തമാശ, കളിയാക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊക്കെ കൂടിയിട്ടുള്ളൊരു സംഭവമാണ്. സോ അത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. അത് നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടും വളരെ കുറവാണ് തല്ലുകൂടലുകൾ ഈ സമയത്ത് എന്നുള്ളതാണ്. കാരണം നമ്മൾ ആക്ച്വലി അല്ലാത്ത ദിവസങ്ങളിലായിരുന്നു നമ്മൾ കൂടുതൽ തല്ലുകൂടിയിരുന്നതെന്ന് തോന്നുന്നു. കുട്ടികളായിട്ടും നമ്മൾ തമ്മിലും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ഈ സ്റ്റേ അറ്റ് ഹോമിൻ്റെ മുമ്പെയാണ്. ഇവിടെ എന്തോ ഒരു ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ആ സമയം നമ്മൾ വെറുതെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പറഞ്ഞ് തീർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡിസ്റ്റർബൻസും ഡിസ്ട്രാക്ഷനും ഇല്ല പുറത്തുനിന്ന്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്ക് വളരെ എന്താ പറയുക, സെറ്റിലാവാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻ എ റിലേഷൻഷിപ്പ്, ഇൻ എ ഫാമിലി, ആ സെറ്റിലാവാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കിട്ടുന്നുണ്ട്. അത് പലപ്പോഴും കിട്ടുന്നില്ല ആൾക്കാർക്ക് എന്നുള്ളതാണ്. അതാ ഞാൻ ഇപ്പോൾ പറഞ്ഞത് നേരത്തെ എൻ്റെ ക്വസ്റ്റനിൽ. കാരണം നമ്മൾ നമ്മുടെ ജോലി തിരക്കിലൊക്കെ ആകുമ്പോൾ വി ആർ ഓൺലി മൂവിങ് ആസ് എ സൈക്കിൾ ടു കംപ്ലീറ്റ് വൺ ആഫ്റ്റർ ദി അതർ ടാസ്ക്. കുട്ടികളുണ്ടായി, കുട്ടികളുടെ കാര്യങ്ങൾ ഒക്കെ എപ്പോഴും സെറ്റിലാവാനുള്ള സമയമല്ല. അപ്പോൾ നമ്മൾ വി ആർ ഓൺ ദ ക്ലോക്ക്. അതാ ഞാൻ പറഞ്ഞത്, വി ആർ ഓൺ ദ റൺ ഫ്രം വർക്ക് കഴിഞ്ഞു, വീട്ടിൽ വന്നിട്ട് വീട്ടിലെ കാര്യം കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞാൽ എല്ലാവരുടെയും ഭക്ഷണം കഴിച്ചെങ്കിൽ ടീക്ക് ഇനി നാളെ രാവിലെ എണീച്ച് പോകണം അതിൻ്റെ. സോ യു ആർ ഓൾ ദ ടൈം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സർട്ടൻ തിങ്സ് വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. റിലേഷൻഷിപ്പ് ഓൾസോ, റൈറ്റ്? ഹസ്ബൻഡ് ഉണ്ട് അവിടെ, അല്ലെങ്കിൽ വൈഫ് ഉണ്ട് അവിടെ, അവർ ചെയ്തോളും, കുട്ടികളുണ്ട് അവിടെ, നൺ ഓഫ് ദെം ആർ ഗോയിങ് അവേ. ആ ഒരു അസംഷൻ വി ഹാവ് ഇൻ അവർ മൈൻഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഓർ ഡീപ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദെൻ വർക്ക് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് ബിക്കംസ് യുവർ പ്രയോറിറ്റി. പിന്നെ അവിടുത്തെ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിൽ വരുവാണെങ്കിലും ഈവൻ ഇഫ് യു ഡോണ്ട് ഷെയർ തിങ്സ്, യുവർ മൂഡ് ഈസ് നോട്ട് ഗുഡ് ടു ഡീൽ വിത്ത് എവറിബഡി ഇൻ എ പ്രോപ്പർ വേ. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ യു ഡോണ്ട് ഹാവ് ദോസ് തിങ്സ്. വർക്കിലെ ഇഷ്യൂസ് ആണെങ്കിലും യു ഡിസ്കസ് അബൌട്ട് ഇറ്റ്. യു ഡോണ്ട് ടേക്ക് ഔട്ട് യുവർ ഫ്രസ്ട്രേഷൻ ലൈക്ക് ദാറ്റ്. കാരണം അത് ആ ഫ്രസ്ട്രേഷൻസ് നമ്മുടെ മൈൻഡിൽ ഇരുന്ന് സെറ്റിലാകാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. ദ മൊമെൻറ്റ് ഇറ്റ് ഗെറ്റ്സ്, യു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ആൻഡ് യു ടോക്ക് അബൌട്ട് ഇറ്റ് ലൈക്ക്, ഓ ഇങ്ങനെയായി അല്ലെങ്കിൽ അങ്ങനെയായി, റൈറ്റ്? സോ
ഐ തിങ്ക് ഇറ്റ്സ് ഹെൽപ്പിംഗ്. ഞാനും അതാ പറഞ്ഞത്, ഈ കുറേ ജോക്സ് കാണുന്നുണ്ടല്ലോ എന്താ പറയുന്നത്, കപ്പിൾസ് പറയുന്നത് ലൈക്ക്, എനിക്ക് എങ്ങനെയെങ്കിലും വെളിയിൽ ഇറങ്ങിയാൽ മതി, ഇയാളുടെ കൂടെ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ കൂടെ ഏത് നേരം ഇരുന്നിട്ട് എനിക്ക് വട്ട് പിടിക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻ എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നുന്നു വി ഹാവ് കം മോർ ക്ലോസ്, വി ആർ ആക്ച്വലി നൗ എൻജോയിങ്. അതെ, കുട്ടികളെ കുറച്ച് വലുതായി, അവരെ ഫുൾ ടൈം നോക്കി നടത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും മൂടില്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു. അതൊരു സോ ഐ തിങ്ക് അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സമ്മപ്പായിട്ട് എനിക്ക് തോന്നുന്നൊരു സംഭവം താങ്ക്ഫുള്ളാണ് എന്നുള്ളതാണ്. താങ്ക്ഫുള്ളാണെന്ന് പറയുന്നത്, അതായത് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഫീലിങ്ങിന് താങ്ക്ഫുള്ളാണ്, നോട്ട് ഫോർ വാട്ട് ഈസ് ഹാപ്പനിങ്. നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടും യു ആർ ഏബിൾ ടു സർവൈവ് വിത്ത് പീപ്പിൾ. കാരണം ഞാൻ ആലോചിക്കുക, ഞാൻ ഉഷാനോട് ഈ സ്റ്റേ അറ്റ് ഹോം തുടങ്ങിയ സമയത്ത് ഞാൻ പറയുമായിരുന്നു, കാരണം ഞാൻ നാട്ടിലായിരുന്നു, ഉഷയും മോനും ഇങ്ങോട്ട് പോന്നു. ഞാൻ ഫെബ്രുവരി 11 അവിടുന്ന് പുറപ്പെട്ട്. പക്ഷേ ആ സമയത്തൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഞാനൊരു 1.5 മാസം കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ, കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനവിടെ കിടക്കുന്നുണ്ടാവും, ബാംഗ്ലൂരായിട്ട് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവർ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ട് ആൾക്കാർ എന്നുള്ളതാണ്. അങ്ങനെ കുടുങ്ങിപ്പോയി. കാരണം ബിസിനസ് ട്രാവലിലൊക്കെ പോകുന്ന ആ ഒരു സമയത്ത് കുടുങ്ങിപ്പോയി. ഇവിടെ കുടുങ്ങിപ്പോയ ആൾക്കാർ, അവിടെ കുടുങ്ങിപ്പോയ ആൾക്കാർ, ഫാമിലി ഒരുമിച്ചാവാൻ പറ്റാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ഒരു എഫേർട്ട് കൊണ്ട് അങ്ങനെ ആയതല്ല. എന്നാലും വി ആർ താങ്ക്ഫുൾ ദാറ്റ് വി ആസ് എ ഫാമിലി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്തി എന്നുള്ളത്. അതെപ്പോഴും അത് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ നെഗറ്റീവ് സാധനവും പറഞ്ഞിട്ട് നാട്ടുകാരുടെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ശരിയല്ല കാര്യങ്ങൾ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കുറവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് ഫ്രം ദാറ്റ് പെർസ്പെക്റ്റീവ്, ലുക്ക് അറ്റ് ദ ഗുഡ് തിങ്സ് ദാറ്റ്സ് ഹാപ്പനിങ് ആൻഡ് ദാറ്റ്സ് ആഡിങ് വാല്യൂ ടു യുവർ ലൈഫ്. എനിക്ക് വിജയബാബുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ, നമ്മളെ നടനും ഡയറക്ടർ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, വിജയബാബു പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സമയത്ത് സിനിമ സൂഫിയും സുജാതയും പുറത്തിറക്കുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ, ട്രൂ കോപ്പിയിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇവർ പറഞ്ഞു, നമ്മൾ പൈസ ഉണ്ടാക്കുക, നമ്മളുടെ പഴയ പ്ലാൻ ഇതൊന്നുമല്ല, സർവൈവ്. അതായത് നമ്മളെ തന്നെ നഷ്ടപ്പെടാതെ നമുക്ക് സർവൈവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു അജണ്ട ഉള്ളൂ. ലോകം കീഴടക്കുക എന്നുള്ളതല്ല, സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെല്ലാ ആൾക്കാരുടെയും മുമ്പിലുള്ള അജണ്ട. ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ട് ലോകത്തിന് പിടികൊടുക്കാതെ ജാഗ്രതയോട് കൂടിയിട്ട് സർവൈവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഈ കോവിഡ് സമയത്തുള്ള ജീവിതത്തിന് എനിക്ക് തോന്നുള്ളൂ. അപ്പം അത്ര ലൈറ്റായിരുന്നില്ല, കുറച്ച് ഹെവി ആയിരുന്നു. സബ്ജക്റ്റ് അങ്ങനെയാണ്. വിഷിങ് എവറി വൺ ഓൾ ദ ബെസ്റ്റ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. അടുത്ത ആഴ്ച നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയും കൂടെ കൊണ്ടുവരാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മളെ യൂട്യൂബ് ചാനൽ 100,000 ക്രോസ് ചെയ്ത്. അപ്പോൾ എന്തെങ്കിലും 100,001 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിലപ്പോൾ അത് അപ്പോൾ അതൊന്ന് പറയണമെന്നുണ്ട്. അപ്പം ആൾക്കാർ നമ്മളെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മളെ കൂടെ നമ്മളോട് തല്ലു കൂടിയിട്ട് പിന്നെ വിട്ടുപോയ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ആയി ടപ്പ് എന്ന് കാണുമ്പോഴേക്കും 100,000 1 million ആയതല്ല, അങ്ങനെ മെല്ലെ അങ്ങനെ ആയി വന്നതാണ്. യെസ്, അപ്പോൾ അതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആൾക്കാർ മാത്രമല്ല, നമ്മൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന ഈ സംഭവം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഒരു വാല്യൂ ക്രിയേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് അറിയുന്നതിൽ പലപ്പോഴും നമുക്ക് വീഡിയോ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ പറഞ്ഞാൽ, നമുക്ക് കൺഫ്യൂസ്ഡ് ആവും നമ്മളൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ വാല്യൂ എന്നുള്ളത് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്താൽ ലൈക്കും ഷെയറും കമൻറ്റും വെച്ചിട്ടാണ് നമ്മൾ ഒന്നിൻ്റെ വാല്യൂ ഡിഫൈൻ ചെയ്യുന്നത്. അതൊരു തെറ്റായ ഡെഫിനിഷനാണ്. ഒരിക്കലും ഒരു വീഡിയോൻ്റെ ലൈക്കുകൾ കൂടിയത് കൊണ്ടോ കമൻറ്റുകൾ കൂടിയത് കൊണ്ടോ അതിൻ്റെ വാല്യൂ കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ കാര്യത്തിന് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇത് വാല്യുബിളാണ്, അവർക്ക് ബെനിഫിഷ്യലായിട്ട് ചിന്തിക്കാനും ഒക്കെ ഉള്ള ചില ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെന്നുള്ളത്. സോ ദാറ്റ് ഐ തിങ്ക് ഈസ് മോർ വാല്യുബിൾ. അതെ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതാണ് നിങ്ങൾക്ക് അറിയേണ്ടതും, റൈറ്റ്? ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ആവുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ലൈഫിലൊക്കെ. അപ്പോൾ താങ്ക് യു. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.
നന്ദി. ചാളു സാറാട്ടോ.